ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ISLന്റെ ഉദ്ഘാടന മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ മോഹൻ ബഗാനാണ്. വരുന്ന ശനിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്ക് കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിന് വേണ്ടിയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ തയ്യാറെടുപ്പുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും 5 വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് പുതിയതായി ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സൈനിങ്ങുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പ് എങ്ങനെയാകും, അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു സാധ്യത 11 നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഫുട് ഗ്ലോബ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ സാധ്യത 11 നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് പരിശീലകനായ ഡേവിഡ് കാറ്റല മിക്കവാറും 4-2-3-1 എന്ന ഫോർമേഷനിലായിരിക്കും കളിപ്പിക്കുക എന്നാണ് ഫുട് ഗ്ലോബ് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും. നമുക്കറിയാം നോറ ഫെർണാണ്ടസ് ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. കൂടാതെ അർഷ് അൻവർ ഷെയ്ഖാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ സച്ചിൻ സുരേഷ് തന്നെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഉണ്ടാകും. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിദേശ സെന്റർ ബാക്ക് ആയിക്കൊണ്ട് ഒമർബ അവിടെയുണ്ട്. ഗിനിയൻ താരമാണ്, അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹത്തോടൊപ്പം ഇന്ത്യൻ താരമായ ബിഗ ഷുംനാം ഉണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് നവോച്ച സിംഗിനെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് ഐബൻ ബാ ഡോഹ്ലിങ്ങിനെ പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം അമേ റണവാഡ് ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐബൻ സ്റ്റാർട്ടിംഗ് 11-ൽ എത്തിയേക്കും. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് ആയിക്കൊണ്ട് അഥവാ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായിക്കൊണ്ട് 2 ഇന്ത്യൻ താരങ്ങളെ അവിടെ ലഭ്യമാണ്. ഒന്ന് വിപിൻ മോഹനനാണ്, മറ്റൊന്ന് പുതിയ താരമായ റൗളിൻ ബോർജസ് ആണ്. വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള താരമാണ് റൗളിൻ ബോർജസ്. ഇങ്ങനെയായിരിക്കും ഹോൾഡിംഗ് മിഡ്ഫീൽഡർമാർ വരിക. ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ജർമ്മൻ താരമായ മർലോൺ റൂസ് ഉണ്ടാകും. നമുക്കറിയാം അദ്ദേഹം യുവതാരമാണ്. അഡ്രിയാൻ ലൂണയുടെ ആ ഒരു പൊസിഷനിലാണ് മർലോൺ റൂസ് കളിക്കുക. അതുപോലെ തന്നെ ഇടത് വിങ്ങിൽ മറ്റൊരു വിദേശ താരമായ കെവിൻ യോക്ക് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ വലത് വിങ്ങിൽ കോറു സിംഗ് ഉണ്ടാകും, ഇന്ത്യൻ യുവ സൂപ്പർ താരമാണ്. ഇങ്ങനെയാണ് മുന്നേറ്റ നിര വരിക. കൂടാതെ സെന്റർ ഫോർവേഡ് ആയിക്കൊണ്ട് അഥവാ സെൻട്രൽ സ്ട്രൈക്കർ ആയിക്കൊണ്ട് വിക്ടർ ബെർത്തോമു ഉണ്ട്, അദ്ദേഹം സ്പാനിഷ് താരമാണ്. ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സാധ്യത 11 വരിക. ഇത് പ്രകാരം വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയ മറ്റിയാസ് ഹെർണാണ്ടസ് പുറത്തിരിക്കേണ്ടി വരും. കാരണം സ്റ്റാർട്ടിംഗ് 11-ൽ 4 വിദേശ താരങ്ങളെ മാത്രമേ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഫുട് ഗ്ലോബ് ഇന്ത്യ പുറത്തു വിട്ടിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പൊട്ടൻഷ്യൽ ലൈനപ്പ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.